ഹലോ ഗൈസ്, കുറേ ആയല്ലേ കണ്ടിട്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനും ഒന്നിനും വീഡിയോ എടുക്കാനും സമയമൊന്നും കിട്ടാത്തതുകൊണ്ടാണ്. അപ്പം നമ്മളിന്ന് പുതിയൊരു വീഡിയോ ഇട്ട് വന്നിട്ട് അപ്പോൾ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഞങ്ങൾ ലൈഫിലേക്ക് ഇറങ്ങുന്ന വീഡിയോ ആണ് ഗൈസ്. നമ്മൾ കാത്തിരുന്ന സാധനം നമുക്ക് കിട്ടി. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ വന്നത്, ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ലൈഫിൻ്റെ ഉള്ളിലൂടെ നടക്കുമ്പോൾ ഞങ്ങൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനമായിരുന്നു. ഞങ്ങൾ കണ്ടതായിരുന്നു. അപ്പൊ കഴിഞ്ഞ ആഴ്ച നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ ആഴ്ച നമുക്ക് ആ സാധനം കിട്ടി. കാണിക്ക് പൊന്തിക്ക് സാധനം അതിവിടെ കിട്ടല് റയറാട്ടോ. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് കിട്ടലില്ല. അതുകൊണ്ട് എനിക്ക് കിട്ടുന്നവരെന്തും പറയും വേണ്ട, ഞാൻ കിട്ടലില്ല. അത് കിട്ടിയപ്പോ അതെ സത്യം. ഞാൻ ഇത്ര കാലമായി വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ടില്ല. എനിക്ക് ഫസ്റ്റ് ആയിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. കിട്ടി, ഇപ്പോഴാണ് കിട്ടുന്നത്. മാസം മുഖത്ത് കണ്ടോ സന്തോഷം. സന്തോഷം കാണിക്കും മാഷേ. അതെ, സന്തോഷം. ഇന്നുണ്ടാക്കുമോ? ഇന്നെ ഉണ്ടാക്കും. ഇപ്പൊ തന്നെ പോയി ഉണ്ടാക്കും. ആ മടക്ക് മടക്ക് ഇവിടെ ഏതായി പറഞ്ഞ മടക്ക്? ഇതല്ലടാ മടക്കല്ല, അതിന് മുളക്കിട മഞ്ഞ കളറല്ലേ മടക്ക്. മടക്ക് വാങ്ങടാ. ഇതാ നമ്മളെ പത്തിരല്ലേ ദോശ ഉണ്ണിപ്പം. മടക്ക് വാങ്ങിച്ചോ, കഴിച്ചോക്ക്. വേണ്ട എടുത്തോ. അത് ഇതാ പറഞ്ഞ ബംഗ്ലാദേശ് സ്വീറ്റാണ്. കഴിച്ചു നോക്കി എങ്ങനെയുണ്ട്? ഇപ്പം എല്ലാവർക്കും അറിയാം, യു എയിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം, ചൂടെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ചൂടാണ്. ഞങ്ങൾ ഇവിടുന്ന് എനിക്കില്ല ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ വെള്ളം വാങ്ങി കുടിച്ചു. പിന്നെ 2 പ്രാവശ്യമായി 3 പ്രാവശ്യമായി. കാരണം അത്രക്ക് ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്. ഞങ്ങൾ പിന്നെ നൈഫിൻ്റെ ഈ ഭാഗത്തൂടെ നടക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ദുബായിൽ തന്നെയാണോ ഈ ഒരു സ്പോട്ട് എന്നൊക്കെ വിചാരിച്ചു പോകും. അത്രയും എന്തൊക്കെ ഒരുപാട് കാണാനും ആൾക്കാർ ഒരുപാട് തിങ്ങി താമസിക്കുന്നതും ഒരുപാട് ഷോപ്പുകളും നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ബഡ്ജറ്റ് ഫ്രീ ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സ്പോട്ടിലൂടെയൊക്കെയാണ് നമ്മളെ ഈ കണാരൻ നമ്മളെ കൊണ്ടുപോകുന്നത്. ശ്രീകാന്ത് ഏകദേശം ഇതിക്കൂടൊക്കെ എല്ലാ സ്പോട്ടും എനിക്കോലെ കുറേ അറിയാം. അപ്പൊ എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ഒരു സ്പോട്ടിലൊക്കെ കിട്ടുന്നുമുണ്ട്. ചെറിയ ചെറിയ ഷോപ്പുകളായിട്ടും കാണാനുള്ള ഭംഗികളൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചു നൈഫിന്റെ മെയിൻ സ്പോട്ടിലെത്തും. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ പോവും. അങ്ങനെ കുറെ ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളും കുറച്ച് പർച്ചേസ് ചെയ്തു. ഇപ്പം കാണും നിങ്ങൾക്ക്, ഞങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണുന്നത് ഒരു കവറായിരിക്കും. പിന്നെ കവറിന്റെ എണ്ണം കൂടുന്നത് കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന മടക്ക് എന്ന് പറഞ്ഞ സാധനം, ഇത് ബംഗാളി ഇതാണ്. നമ്മളത് വേറൊരു മടക്കാണ്. ഇത് ബംഗാളിത്തെ ഒരു മടക്കാണ്. പക്ഷെ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇതിലൂടെയൊക്കെ തിന്നിട്ട് ഇങ്ങനെ നടക്കായിരുന്നു. രസമുണ്ടായിരുന്നു ഇന്നത്തെ. അങ്ങനെ ഗൈസ് നമ്മൾ നടന്ന് ബനിയാസിലെത്തി. നൈഫിന്റെ ആ പറഞ്ഞോ, നടന്നും തിന്നും കുടിച്ചും നമ്മൾ അങ്ങനെ ബനിയാസിലെത്തി. അങ്ങനെ ബനിയാസിലെത്തി. സേതിലൂടെയൊക്കെ നടന്ന് വന്നെന്നുള്ള കാര്യം ഒരു ഐഡിയ. തിരിച്ചെങ്ങനെ പോകും എന്നുള്ളത് മെട്രോ കണ്ടപ്പോൾ സമാധാനം. മെട്രോ കാണുമ്പോൾ നമുക്കൊരു സമാധാനം കേട്ടോ. ഈ സമാധാനം എനിക്ക് ഒരു 4-5 വർഷം മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അല്ല ഇന്റർവ്യൂക്ക് പോകൂലേ, ഇന്റർവ്യൂക്ക് പോകുമ്പോൾ ഇന്റർവ്യൂക്ക് പോകുമ്പോൾ നമുക്ക് ലാസ്റ്റ് നമുക്ക് സ്ഥലമൊക്കെ മനസ്സിലാതെ ഒരു മെട്രോ കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അതാണ് ഇവിടെ നടന്നത്. ഇത് മറ്റേ പഴയ കല്യാണത്തിനൊക്കെ പോകുമ്പോ വീട് ക്യാമറയിൽ കുടുങ്ങാനായിട്ട് എന്നെ മുന്നിൽ കൂടെ നടക്കണമായിരുന്നു. മാഷല്ലോ താൻ മാഷ്. എടാ പോലെ എനിക്ക് ചെരുപ്പ് നോക്കണം. മോശം അങ്ങാടിയിൽ നിന്നൊക്കെ ഇങ്ങനെ തിന്നുക കവറില്. ജാഗരി ഇങ്ങനെയൊക്കെ നല്ല പേരുണ്ടല്ലോ. മോശമല്ല ചെങ്ങായി അങ്ങാടിന്ന്. ഇങ്ങനത്തെ ഒരു അങ്ങാടി നമുക്ക് സ്റ്റാൻഡേർഡ് ഇല്ലാതെ കവറിൽ ഇങ്ങനെ വാങ്ങി തിന്നു. ജിലേബി തന്നെ. ഇത് കുറച്ച് കരിഞ്ഞാവുന്നുണ്ട്, പക്ഷെ രസമുണ്ടല്ലോ. അധികം മധുരം കുറച്ചേ. അതിൽ ഓഫറിൽ ഉണ്ടോ നോക്കാം നമ്മൾ ആ സാധനം. ഇതല്ലേ ഷോപ്പ്, നോക്ക് ഉണ്ടോന്ന്. എന്താണ് വാങ്ങണേ? നമ്മളാ പെർഫ്യൂം എടുക്കാനല്ലോ വന്നേ. ഇങ്ങനത്തെ ഒരു ഷോപ്പിൽ നമുക്ക് ലോങ് ലാസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ചിലപ്പം അറിയുണ്ടാവില്ല. ഞങ്ങൾ സാമ്പിളിനൊന്ന് വാങ്ങിച്ച് നല്ല ലോങ് ലാസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് വീണ്ടും എടുക്കാനും കൂടെയാണ് നമ്മൾ ഈ വരവിൻ്റെ ഉദ്ദേശം ഇവിടെ ഇല്ല മാറി നട് നോക്കാം. കാണിക്കൂ.
അവിടെ ഒരു പെർഫ്യൂം ഉണ്ട്, ആ പെർഫ്യൂം എടുക്കാൻ വന്ന 3 റംസോ 2 ദിർഹം സെറ്റ്. പക്ഷെ ലോങ് ലാസ്റ്റ് ഉണ്ടല്ലോ, ഞങ്ങൾ ഉപയോഗിച്ചിട്ട് വാങ്ങാൻ വന്നു. പ്രൊമോഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും നമ്മൾ ചില ആൾക്കാരൊക്കെ പ്രൊമോഷനൊക്കെ പറഞ്ഞിട്ട് പിന്നെ വന്ന് വാങ്ങി വെക്കും. അങ്ങനെ വാങ്ങരുത്, സാധനം ഉപയോഗിച്ച് നോക്കിയിട്ട് വാങ്ങണം. വെറും 3 റംസ് പോയാൽ പോയി. പക്ഷെ ഞങ്ങൾ ഉപയോഗിച്ച് നോക്കി, നമുക്ക് ഇനി ഞങ്ങൾ കിട്ടുകയെന്നുണ്ടെങ്കിൽ അതാണ് ഞങ്ങൾ 10 എടുക്കും. കാരണം പൊളി സാധനം, നല്ല ലോങ് ലാസ്റ്റും ഉണ്ട്. തുറന്നോട്ട് ഗൈസ്, നമ്മൾ ഒരു പെർഫ്യൂം വാങ്ങാൻ വേണ്ടി പോയതാണ്. കാണിക്കൂ ഗൈസ് എന്തൊക്കെയാണ്. കവറ് മൊത്തം നിറഞ്ഞ് നൈഫിലൂടെ നടക്കന്നെ വീണ്ടും. നൈഫ് പള്ളി കേട്ടോ, നൈഫിന്റെ ഇഷ്ടിക പള്ളിയോ സൂചിപ്പള്ളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. അങ്ങനത്തെ ഒരു പള്ളി. ബനിയാസ് തന്നെയുള്ള നൈഫ്, രണ്ടോ ഒന്ന് തന്നെ നല്ല കഴിഞ്ഞു. നീ എവിടുന്ന പിടിക്കണ്ടേ? ഇവനാണ് ഞങ്ങൾ മാപ്പ്, ഗൂഗിൾ മാപ്പ്. ഗൂഗിളിന് അറിയില്ല തോന്നുന്നുണ്ട് അല്ലേ? അതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെയാണ് വരുന്നത്. ഞാൻ ആക്ച്വലൊന്നും ഇങ്ങനത്തെ സ്ഥലം കണ്ടില്ല. ആകെ ടെൻഷൻ എന്താ വെച്ചാൽ നമ്മളാ മറ്റേ മുട്ടല്ലേ നമ്മൾ നേരത്തെ വാങ്ങിച്ച പാർട്സ്, അതൊക്കെ പാടെ പാർട്സ് ആയിട്ടുണ്ടാവും റൂമിലെത്തുമ്പോ. ഉണ്ടാക്കൂലേ? എന്നാ മതി. ഗൈസ് ഒന്നും നോക്കിയില്ല, അതാണ് നോക്കി പൊള്ളി സാധനം വാങ്ങി. ഇവ കറങ്ങി കളിക്കണ് കൈമല്. ഈ ഡേറ്റുടെ കവർ പിടിച്ചേ. ആ അത് എന്ത് കവറാണെങ്കിലും പിടി. ആ നോക്കി സംഭവം. പൈസ നോക്കില്ലാണ്ട് വാങ്ങിച്ച് അവസ്ഥ നോക്ക്. പോകുമ്പോ ഇങ്ങനെ പോയ ആൾക്കാരെ കയ്യും വീശി പോയത് എല്ലാം എന്തൊക്കെയോ വാരി കുറ്റി വലിച്ചിട്ട്. ആ ശ്രീകാന്ത്, ഞാൻ നിന്റെ കൂടെ ഒരു വഴിക്കും വരുന്നില്ല. പറയൂ. 2 കവർ നിറച്ച സാധനങ്ങള് വെറും കൈയോണ്ട് നടന്നു. അയ്യോ എന്തില്ലേ നിർത്തി, ഇനിയും വാങ്ങാനാ. വെറുതെ റൂമിൽ ഇരുന്നാ മതിയായിരുന്നു. ശ്രീകാന്തിന്റെ കൂടെ ഇറങ്ങിയ ഇതവസ്ഥ. ഈ ചൂടത്ത് നടക്കാന്ന് പറഞ്ഞാൽ ബഹുത്ത് മുഷ്കിലാണ്. കണ്ടോ എല്ലാവരും വെള്ളം, എത്രയോ ആൾക്കാർ വെള്ളം വാങ്ങിച്ചിങ്ങനെ കുടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഇത്രയും മുഷ്കിൽ. നല്ല ഇതുണ്ട്. പറയും മാസം എന്താ ഉള്ളത് നമുക്ക്? ഹൈഡ്രേഷൻ. നല്ല ഡീഹൈഡ്രേഷൻ ഉണ്ട്. അതുകൊണ്ട് വെള്ളം കുടിക്കലാവല്ല. നോർമൽ വെള്ളം കുടിക്കുന്നത് നല്ലത്. പക്ഷെ അതൊരു ആഡംബരമാണോ എന്നറിയില്ല. എല്ലാവരും വാങ്ങേണ്ടത് ഇത് വാങ്ങുന്നത്. പക്ഷെ നോർമൽ വെള്ളം തന്നെയാണ് നല്ലത്. എന്താ അങ്ങനെ 2ാം പ്രാവശ്യം മഞ്ഞവെള്ളം ലൈം ജ്യൂസാണ് വാങ്ങി. ഈ സമയത്ത് ഇത് കുടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ഫീലിംഗ് ആണ്. വില കുറവാണ്. വേറെ വലിയ ശ്രീകാന്തൊക്കെ കണ്ടോ വേർത്തൊലിച്ച് 50 ഡിഗ്രിയാണ്. 50 ഡിഗ്രി കൂടെ നടക്കുന്നത്. കഷ്ടം. അയാള് 2ാമത്തെ ടീഷർട്ടാണ്. വേർക്കണനുസരിച്ച് മാറിയാണ്. കേറുന്നോ? കേറ്. എന്റെ കയ്യിലിരുന്ന് എന്ത് അക്കൗണ്ടിലുള്ള ട്രാവൽ ഏജൻസി കയറി വെക്കണം വെറുതെ. ഗൈസ്, നമ്മൾ പുറത്തിറങ്ങുമ്പം വെതറും കൂടെ ചെക്ക് ചെയ്യണം. ഞങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞെന്നറിയോ, ഭയങ്കര ചൂടാണ് പുറത്ത്, ഷൂ ഇടണ്ട, ഇങ്ങനത്തെ ഷൂ ഇടണ്ട, ഇങ്ങനത്തെ ഷൂ ഇടണ്ട, ഇങ്ങനത്തെ ജീൻസ് വലിച്ച് കയറ്റി ഇടണ്ട പറഞ്ഞില്ലേ? സിമ്പിളായിട്ട് ഇടാൻ പറഞ്ഞിട്ടിപ്പോൾ ഇവിടെ പുതിയ ചെരുപ്പൊക്കെ വാങ്ങി. മാഷിന് വേണ്ടിയിട്ട് പുതിയ ചെരുപ്പൊക്കെ വാങ്ങി. മാഷിഞ്ഞ് ഇങ്ങനത്തെ ചെരുപ്പിട്ട് നടക്കും. ശ്രീകാന്ത് എന്താ ശ്രീകാന്ത് ഉരുക്കണതാ. സാധനങ്ങൾ വാങ്ങിച്ച് ഇതാട്ടോ മുതലായത്, നൈഫിൽ പോയത്. സൂപ്പർ സാധനം. അയ്യോ പറഞ്ഞേ കേൾക്കണം കണ്ടാ. പോവാ അക്കുറെ കടയിൽ പോണം. എൻ്റെ മീനാൾക്ക് ഫിൽറ്റർ ഇല്ലാണ്ട് മീനാൾ ചാവുന്നുണ്ട്. ഫിൽറ്ററുള്ള ഷോപ്പ് ഇവിടെ ഉണ്ട്. മീനിൻ്റെ അക്കുറെ കട ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന് പോയതാ. എത്ര മീൻ ചത്തു? 4 മീനെങ്ങാനും ചത്തു. ഗപ്പീസ് പിന്നെ ഏതായാലും വാങ്ങല്ലാതെ വേറെ അറിയില്ല.
ഗൈസ് ഞാനൊരു വാച്ച് വാങ്ങി. ഞാൻ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, പിന്നെ ഇവർക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയുണ്ട് പൊളി സാധനം, ഇത് ഭയങ്കര സംഭവമാണ്, അങ്ങനെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയുണ്ട് ഇത് 2-3 പ്രാവശ്യം ചോദിച്ചു. അപ്പൊ ശ്രീകാന്തിനോട് ഒരു കാര്യം പറഞ്ഞു, ആ ചടച്ചാ പോയി, എന്റെ പൈസ മൊത്തം പോയ ഒരു മട്ടായി പറഞ്ഞു. ശ്രീകാന്ത് ലൈറ്റ് ഇല്ല ഇത്ര ഈ സെറ്റപ്പില്, വാച്ചിൽ ലൈറ്റ് എത്തുന്നൊക്കെ ടോർച്ച് വരെ, ഇത് ടോർച്ചാണ്, ലൈറ്റ് അല്ല. എന്റെ വാച്ചിൽ അതില്ല, ടോർച്ച് എത്തിച്ചാണ് വാച്ചിന്റെ ഉള്ളിൽ. അതെ, ടോർച്ചും കൂടെ വേണമായിരുന്നു എൻ്റെ ഉള്ളിൽ. ഗൈസ് അങ്ങനെ നമ്മള് ലാസ്റ്റ് മീനിന്റെ പർച്ചേസിങ് കഴിഞ്ഞ് ഞാൻ ആകെ മനസ്സിലിങ്ങനെയാണ്, ആ കോഴിമുട്ട ആ ചിക്കൻ്റെ പാർട്സ് കേടുവരോ ആ ഒരു സംഭവം മാത്രമാണ്. അത് കുറേ നേരമായിട്ടുണ്ട്. അയ്യോ, അങ്ങനെ നമ്മൾ എത്തിയിട്ട് നമ്മൾ നേരെ കിച്ചണിൽ കയറണം, ആ ഒരു കുക്കിയും കൂടെ കഴിയണം.